താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം. ശാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. നമ്മളുടെ കുടുംബങ്ങളിൽ നാം അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളുടെ കുടുംബത്തിൽ അനുദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും നമുക്ക് സഹായവും പ്രോത്സാഹനവുമാകാനായി മാർപ്പാപ്പ ഏറെ സ്നേഹത്തോടെ നമുക്ക് സമ്മാനിച്ച അപ്പസ്തോലിക ആഹ്വാനമാണ് സ്നേഹത്തിൻ്റെ സന്തോഷം. നമ്മളുടെ കുടുംബങ്ങളെ ഈ സ്നേഹത്തിൻ്റെ താഴ്വരകളാക്കി മാറ്റാൻ ഉതകുന്ന ചിന്തകളും ചർച്ചകളുമാണ് നാം ഇവിടെ ഒരുക്കുന്നത്. ഈ ചർച്ചകളിലേക്ക് കടന്നു വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ഏറ്റവും ആദ്യമായി ഡോക്ടർ ടോണി ജോസഫ്, പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ എല്ലുരോഗ വിദഗ്ധനും കുടുംബങ്ങൾക്കായുള്ള സമർപ്പിത സമൂഹം ലോഫ് പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റും കൂടിയാണ് ഡോക്ടർ ടോണി. ഡോക്ടർ ടോണിയെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് വില്ലി മാഡത്തിനെ സ്വാഗതം ചെയ്യാം. അഭിഭാഷകയും 10 വർഷമായി കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വില്ലി മാഡം ഇപ്പോൾ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. വില്ലി മാഡത്തെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. നമുക്ക് സുപരിചിതനായ വർഗീസ് കുത്തുരശനെയാണ് ഇനി നമ്മൾ സ്വാഗതം ചെയ്യുക. കുടുംബ പ്രേക്ഷിത രംഗത്ത് സജീവ സാന്നിധ്യമാണ് അച്ഛൻ. ഫാമിലി അപ്പോസ്തലൻ മുൻ ഡയറക്ടറും ഇപ്പോൾ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജറുമാണ്. അച്ഛനെ സ്നേഹപൂർവ്വം ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹം സകലതും വിശ്വസിക്കുന്നു. പൗലോസ്ലീഹായുടെ സ്നേഹത്തിൻ്റെ സങ്കീർത്തനത്തിൽ സ്നേഹം സകലതും വിശ്വസിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹം സകലതും വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് തലത്തിലാണ് അത് കുടുംബജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുക? നമ്മൾ വിശ്വാസം എന്ന വാക്ക് കേട്ടാൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ ഒരു തലത്തിലല്ല ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് തോന്നുന്നത്. അത് കുറച്ചുകൂടി വിശ്വസ്തത എന്ന വാക്കായിരിക്കും അതിന് കുറച്ചുകൂടി ചേരുക. ദമ്പതികൾക്ക് പരസ്പരം ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ഒരു കഴിവാണ് പരസ്പരം വിശ്വസ്തരായിരിക്കാനുള്ള കഴിവ്. വിശ്വസ്തതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം. സ്നേഹമുള്ളിടത്തേ വിശ്വസ്തത ഉണ്ടാവുകയുള്ളൂ, വിശ്വസ്തതയുള്ളിടത്തേ സ്നേഹം ഉണ്ടാവുകയുള്ളൂ. ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുക. അപരനിൽ ആശ്രയിക്കുക, പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, ആ വ്യക്തിയോട് ചേർന്ന് ജീവിക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു പരസ്പര വിശ്വസ്തത, വിശ്വാസം, ഇതൊക്കെ ദാമ്പത്യത്തെ കുറേയും കൂടി സ്നേഹത്തിൽ ആഴപ്പെടാനായിട്ട് സഹായിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇന്ന് പല കുടുംബങ്ങളിലും നമ്മൾ കാണുന്നത് ഇതിന് വിരുദ്ധമായൊരു സമീപനമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു വ്യക്തി ആള് വീട്ടിലെത്തുന്നത് വരെ കാമുകിയുമായിട്ട് സല്ലപിച്ചുകൊണ്ട് വരുന്നു. വീട്ടിലെത്തി കഴിയുമ്പം ഭാര്യയെ കണ്ട ഉടനെ ആൾ അഭിനയിക്കാൻ തുടങ്ങുന്നു, ആളെ കെട്ടിപ്പിടിക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ സ്നേഹം പ്രകടിപ്പിക്കും. ഒരു അവിശ്വസ്തതയുടെ ഒരു ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. നമുക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. പക്ഷെ അവിടെയാണ് വിശ്വസ്തത പാലിക്കേണ്ടതിൻ്റെ ആവശ്യം നമ്മൾ ദമ്പതികൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വിശ്വാസരാഹിത്യം, അതായത് ദമ്പതികൾക്കിടയിൽ വിശ്വാസ തകർച്ചയുള്ളത് ഇന്നൊരുപാട് ഈ ദാമ്പത്യ തകർച്ചയിലേക്ക് പോകാനുള്ള കാരണമായിട്ട് പറയുന്നുണ്ട്. ഒരിക്കലൊരു കേസിൽ ഞാൻ ഓർക്കുന്നൊരു കേസാണ്. ഭാര്യ അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു തീർത്തു. ഈ പറഞ്ഞതിനിടയ്ക്ക് അവരെന്ത് പറഞ്ഞു എന്നുള്ളത് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അതിലെന്ത് പ്രശ്നമാണ് അവർ നമ്മളോട് പറഞ്ഞത് എന്നുള്ളത്. അതേസമയം വളരെ സങ്കടത്തോടു കൂടെ കരഞ്ഞുകൊണ്ട് ഈ 1.5 മണിക്കൂർ കഴിഞ്ഞ് ഭർത്താവിനെ നമ്മൾ കേട്ടപ്പോഴാണ് ഭർത്താവ് പറയുന്ന ഒരു കാര്യം, എനിക്ക് എൻ്റെ മക്കൾക്ക് ഈ ഭാര്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ അമ്മയായിട്ട് വരുന്ന ഈ എൻ്റെ ഭാര്യ ഒരു നല്ലൊരു അമ്മയോ ഒരു നല്ലൊരു ഭാര്യയോ അല്ലാതെ പോകുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് അവിടെ കണ്ട ഒരു കാര്യം, ആ ദാമ്പത്യ വിശ്വാസവും വിശ്വസ്തതയില്ലാത്ത ഒരു പ്രവണത ഭാര്യയിൽ നിന്നും ഉണ്ടായി എന്നുള്ളതാണ്.
അത് ആ ഭർത്താവിനെ ഒത്തിരി സങ്കടപ്പെടുത്തുകയും പിന്നീട് അത് ദാമ്പത്യ മോചനത്തിലേക്ക് പോകാനുള്ളൊരു കാരണത്തിലേക്ക് വന്നൊരു കാര്യമായിരുന്നു. ഒരു ഭർത്താവ്, എനിക്ക് പരിചയമുള്ള ഒരു ഭർത്താവ് മക്കളെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്, അമ്മ വാട്സപ്പിൽ എന്തൊക്കെയാണ് കാണുന്നത് അത് നോട്ട് ചെയ്യാം. ഭർത്താവ് ഇപ്പോൾ തന്നെ പിരിഞ്ഞിരിക്കുന്നേ, വല്ലപ്പോഴും കുട്ടികളെ കാണുമ്പോൾ കുട്ടികളോട് പറഞ്ഞ, അപ്പോൾ പതുക്കെ കുട്ടികൾ വലുതായിട്ടുണ്ട്, ആ കുട്ടികളോടും പറഞ്ഞ് ഏൽപ്പിക്കുക. ആരോടാ സംസാരിക്കുന്നത്, ആർക്കാ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഭാര്യയിലെ വിശ്വസിക്കാനായിട്ട് ഭർത്താവിന് സാധിക്കാതെ വരുന്നു. ചിലപ്പോൾ ഭർത്താവിലും ഉണ്ടാകുന്ന അവിശ്വസ്തതയുടെ ആയിരിക്കോ ഇതൊക്കെ ചിന്തിക്കേണ്ടതാണ്. അവിശ്വസ്തതയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും വിവാഹത്തിന് മുമ്പുള്ള ചില ബന്ധങ്ങളൊക്കെ ഇന്ന് കുടുംബജീവിതങ്ങൾ തകർക്കുന്നുണ്ട്. ഞാൻ അത്തരം ഒരു കേസിൽ ഇടപെട്ടത് ഓർക്കുകയാണ്. പണ്ടുണ്ടായിരുന്ന വിവാഹത്തിന് മുമ്പ് ഒരു ചെറിയ തെറ്റ് പറ്റി ഇദ്ദേഹത്തിന്, പക്ഷെ അത് ഇവൾക്കത് ഇപ്പോഴും അവരുടെ ജീവിതത്തിലെ പ്രധാന പ്രശ്നം ഈ അവിശ്വസ്തതയാണ്. അന്നുണ്ടായതിനെക്കുറിച്ചൊക്കെ വളരെ വേദനയുണ്ട്, മനസ്തപിക്കുന്നു, അത് ഏറ്റുപറയുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും അവരുടെ കുടുംബജീവിതത്തിൽ അവർക്ക് ഈ പഴയ കാര്യങ്ങൾ അവരെ വല്ലാതെ വേട്ടയാടുകയും ഈ ദാമ്പത്യ ബന്ധത്തിലൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അത് അനുഭവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക്. ശരിക്കും നമ്മൾ ഈ കുടുംബജീവിതത്തിൽ എൻ്റെ പങ്കാളി എന്നെ വഞ്ചിക്കില്ല, എൻ്റെ പങ്കാളിയെ എനിക്ക് ട്രസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു വിശ്വാസം ഇല്ലെങ്കിൽ ഒരിക്കലും ഈ സന്തോഷം പോലും അനുഭവിക്കാൻ പറ്റില്ല എന്ന് തോന്നണേ അല്ലേ? ഇപ്പോഴും നമ്മൾ ആ ഒരു ഭയത്തിൻ്റെ പുറത്തായിരിക്കും എന്നെ പറ്റിക്കുക. കുറേ കുടുംബങ്ങളെങ്കിലും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. അച്ഛന നേരത്തെ പറഞ്ഞത് മൊബൈലിൻ്റെ കാര്യം. ഈ മൊബൈല് ഉപയോഗിക്കുമ്പോൾ ഇന്ന് പലരും അത് ഫിംഗർ പ്രിൻ്റ് ഇട്ട് ലോക്ക് ചെയ്ത് വെക്കുകയാണ്. വീട്ടിലെത്തിക്കഴിഞ്ഞാലും ഫിംഗർ പ്രിൻ്റ്. അപ്പം ഭർത്താവ് അറിയാതെ, അപ്പോൾ രാത്രി ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്തിട്ട് ഇയാളുടെ മൊബൈലിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഭാര്യമാരുണ്ടെന്ന്. ഉറങ്ങാതെ ഇരുന്ന് കാത്തിരുന്ന് അയാൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ആളുടെ ഫിംഗർ പ്രിൻ്റ് എടുത്ത് ഇത് അൺലോക്ക് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിവാഹോരുക്ക കോഴ്സിൽ ഞങ്ങൾ ഈ ഒരു വിഷയം കൊടുത്തു. ഭാര്യ ഭർത്താവിനെ ആഗ്രഹിക്കുന്നുണ്ട്, ഭർത്താവ് ഭാര്യനെ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ചർച്ച ചെയ്തപ്പോൾ അവരെ മിക്കവാറും പേര് ഈ യോജനകൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്കൊരു പ്രൈവറ്റ് സ്പേസ് വേണം, ഞങ്ങളുടെ ഗാഡ്ജറ്റ്സ് പ്രൈവറ്റ് ആയിരിക്കണം. അങ്ങനെ ഒരു ചിന്തയാണ്. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തൊരു കാര്യം ഇതാണ്, വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ ഗാഡ്ജറ്റ്സ് പ്രൈവറ്റ് ആവരുത്. പുറത്ത് പോകുമ്പോൾ ഓക്കെ, മറ്റുള്ളവർ ദുരുപയോഗിക്കാതിരിക്കാൻ നമുക്കത് ഫിംഗർ പ്രിൻ്റൊക്കെ ഇട്ട് ലോക്ക്. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഫിംഗർ പ്രിൻ്റ് ലോക്ക് ഒഴിവാക്കി ഭാര്യയ്ക്കോ മക്കൾക്കോ തുറന്ന് ഉപയോഗിക്കാവുന്ന വിധത്തിലാക്കി വെക്കേണ്ടത് ഒരാവശ്യമാണെന്ന് തോന്നുന്നു. കാരണം എന്തോ മറയ്ക്കാനുള്ളത് കൊണ്ടാണ് അതിന്റെ പരിണത ഫലമാണ് ഈ ദാമ്പത്യ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നുണ പറയുന്നത് കൂടുന്നു. നമുക്കൊരു കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പറ്റില്ല. ഭാര്യ ഭർത്താവിനോട് നുണ പറയുക, ഭർത്താവ് ഭാര്യയോട് നുണ പറയുക. ഇന്നിപ്പോൾ അതിലൊന്നും ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പറയാനായിട്ട് ഒരു വിഷമവുമില്ല. അത് വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. കാരണം കുട്ടികൾ പതുക്കെ ഇത് മനസ്സിലാക്കുകയാണ്. അവർ വരുമ്പോൾ അപ്പൻ അമ്മയോട് നുണ പറഞ്ഞിട്ടാണ് പലതും ചെയ്യണേ എന്നൊക്കെ അവർ മനസ്സിലാകുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഇമ്പാക്റ്റാണ് വാസ്തവത്തിൽ. അതെ, മാതാപിതാക്കളുടെ ഇത്തരത്തിലുള്ള വിശ്വാസ തകർച്ചകൾ, അതായത് പരസ്പരമുള്ള ദാമ്പത്യ തകർച്ചകൾ പലപ്പോഴും അടുത്ത തലമുറയിലേക്കും കൂടെ അവരത് പകർന്നു കൊടുക്കണം. അതൊരു നല്ല വശമല്ല, അത് തിന്മയുടെ ഒരു വശമാണ്. പക്ഷെ അത് കുട്ടികളിലേക്ക്, ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി 3 മാസമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവുമായിട്ട് വിശ്വസ്തയോടുകൂടെ ദാമ്പത്യ ജീവിതം തുടങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് സംഭവം ചോദിച്ചു. അതിൻ്റെ ഒരു കേസ് ഹിസ്റ്ററി എടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ കുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ രൂപപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു ചിന്തയുണ്ട്. അതായത് അപ്പനും അമ്മയും പ്രണയിച്ച് വിവാഹം കഴിച്ചു. ആ വിവാഹത്തിനിടയിൽ എപ്പോഴോ അപ്പൻ്റെ മദ്യപാന ശീലം കൊണ്ട് അമ്മയെ അതായത് വിശ്വസിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ വളരെ സംശയരോഗത്തിലേക്ക് പോയി. അപ്പോൾ ഈ മകള് ചിന്തിക്കുന്ന ഒരു കാര്യം, ദാമ്പത്യ ജീവിതത്തിലെ പരസ്പരം, അപ്പോൾ അമ്മ പറയുന്ന എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, അയാൾക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെയും മക്കളെയും വേണ്ടാതെ. ഈ ഒരു ചിന്തയിൽ നിന്ന് ഈ മകള് രൂപപ്പെടുത്തിയെടുത്ത് വെച്ച ഒരു വലിയ വിശ്വാസമാണ് ദാമ്പത്യ ജീവിതത്തിൽ എൻ്റെ എല്ലാം, അതായത് പ്രത്യേകിച്ച് ഭർത്താവുമായിട്ട് പങ്കിടുന്ന ഒരു സെക്സ് പോലും ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് പോലും ഒരുപക്ഷെ എന്നെ വേണ്ടാണ്ടാവും. അതായത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇനി വേണ്ടായിരിക്കും. അപ്പോൾ ആ വിശ്വാസ തകർച്ചയിലേക്ക് അമ്മയിൽ നിന്ന് പകർന്നു കിട്ടി. അതൊരു നന്മയുടെ വശമല്ല, അതൊരു തിന്മയുടെ വശത്തിലേക്ക് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുത്തിരിക്കുന്നത്. അതൊരു 3 മാസമാകുമ്പോഴേക്കും ദാമ്പത്യ തകർച്ചയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് കുടുംബങ്ങളിലും ഈ ട്രസ്റ്റ് ഇല്ലായ്മ വളർന്ന് ഒരു രോഗാവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. സംശയരോഗം നമുക്കറിയാം, പാരനോയിയ, അത് മദ്യപിക്കുന്നവരുടെ ഇടയിൽ വളരെ ശക്തമാണ് ഈ ആൽക്കഹോളിക് പാരനോയിയ. അപ്പോൾ ഇന്ന് വളരെ ബോധപൂർവം ഭാര്യാഭർത്തൃ ബന്ധത്തിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ നമ്മൾ വളരെ ബോധപൂർവം വളർത്തിയെടുക്കണം. ഈ വിശ്വസ്തത എന്ന് പറയുന്ന ഈ സ്നേഹത്തിൻ്റെ ഈ ഒരു എലമെൻറ്റ്
നമ്മൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ബൈബിളിൽ അടിസ്ഥാനമാണല്ലോ. വിവാഹം ഒരു സ്നേഹത്തിന്റെ കുദാശയാകുമ്പോൾ ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നത് ദൈവം വിശ്വസ്തനായിരുന്നിട്ടാണ്. ഇസ്രായേൽ ജനതയുടെ അടുത്തും യേശുവിന്റെ കാലത്തേക്ക് വരുമ്പോൾ തിരുസഭയോടും ദൈവജനത്തോടും കാണിക്കുന്ന വാക്കുകളിൽ അവിടുന്ന് എപ്പോഴും വിശ്വസ്തനാണ്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. പരിശുദ്ധ അമ്മയുടെ കാര്യത്തിലും പറയുന്നുണ്ടല്ലോ അല്ലെ, അരുളി ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ ഒരു വിശ്വസ്തത ദൈവത്തിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച് ദമ്പതികളെ വളരെ ബോധപൂർവം വളർത്തിയെടുക്കേണ്ടതും അത് മറ്റുള്ളവരിലും വളർത്തേണ്ടതാണ്. ഇതില് പാപ്പ പറയാണ്, ബന്ധം സ്വതന്ത്രമായിരിക്കാൻ ഈ വിശ്വാസം കഴിവ് നൽകുന്നു. അവരനെ നിയന്ത്രിക്കേണ്ടതില്ലെന്നും നമ്മുടെ പിടിയിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ അയാളുടെ ഓരോ ചുവടുവെപ്പിലും നാം അയാളെ പിന്തുടരേണ്ടതില്ലെന്നും അത് അർത്ഥമാക്കുന്നു. എൻ്റെ ജീവിത പങ്കാളി ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും, എൻ്റെ മക്കൾ എവിടെ പോയാലും അവർ എന്നെ വഞ്ചിക്കുകയോ അവരെന്നെ ചതിക്കുകയോ ഇല്ല എന്നുള്ള ആ ഒരു ട്രസ്റ്റ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ശരിക്കും ഒരു ആശ്വാസമാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ആശ്വാസമല്ലേ എവിടെ പോയാൽ. പ്രധാനമാണ് അവരെ വിശ്വസിച്ച് അവരെ കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ളത്. ചില കുടുംബങ്ങൾ, ഇപ്പൊ ഒരു കുടുംബം എനിക്കറിയാം. ആ കുടുംബത്തിലെ അപ്പം പറയാണ്, എൻ്റെ മക്കളെ എല്ലാവരും പറ്റിക്കും, അവർ വളരെ സിമ്പിൾ ടേൺസ് ആണ്, ഞാനിത് ചെയ്താലേ ശരിയാവുള്ളൂ, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കണം അവർക്ക്, ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പം അവരെ ഒന്നും ഏൽപ്പിക്കില്ല. അപ്പം അങ്ങനെ വിശ്വസ്തതയുടെ ഒരു തലം അവിടെയും മക്കളോടുള്ള ബന്ധത്തിലും. മക്കളെ അവരുടെ പരിശീലിപ്പിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇതുപോലത്തെ കാര്യങ്ങൾ വിശ്വസ്തയോടെ ഏൽപ്പിക്കാത്തത് കൊണ്ട് കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും തകർച്ചയിലേക്ക് പോകുന്നുണ്ട്. എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ഒരു ഫാമിലിയിലെ വിവാഹത്തിന് ശേഷവും ഇവിടെ ഒരു സ്വർണ്ണക്കടയിൽ പോകണമെങ്കിൽ അപ്പനും അമ്മയും കൂടെ പോകും. അപ്പോൾ വൈഫിന് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റണില്ല. നമുക്കൊന്ന് സ്വതന്ത്രമായിട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി പോയി ചെയ്യാവുന്ന ഒരു കാര്യം അപ്പോൾ അപ്പനമ്മി പറഞ്ഞു അവനെ കൊണ്ട് അത് തന്നെ സാധിക്കില്ല. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഫോളോ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ ആ ഒരു കാര്യം പരിശീലിപ്പിക്കുകയാണ്. എനിക്കറിയാവുന്ന ഒരു ടീച്ചർ എൻ്റെ കൂടെ വർക്ക് ചെയ്താണ്. ടീച്ചർക്ക് 3 ആൺമക്കളാണ്. കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. 3 ആൺമക്കളെയും ഓരോ മാസം ഇത്ര രൂപ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് കുടുംബത്തിൻ്റെ ഫുൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് അവരാണ്. അതായത് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരണം, എല്ലാ കാര്യങ്ങളും. 3 ആൺമക്കൾ ഓരോ മാസം ഓരോരുത്തർ ഉത്തരവാദിത്വം ഏൽപ്പിക്കും. അവരത് കൃത്യതയോടെ ചെയ്യും. മാസാവസാനം കണക്ക് ഏൽപ്പിക്കും വീട്ടിൽ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ പറയാം 3 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ കാലഘട്ടത്തിൽ ആ കുഞ്ഞിനെ നമ്മൾ രാജാവും രാജ്ഞിയുമായിട്ട് കാണണം. അതിനുശേഷം 10 വയസ്സ് വരെ നമ്മൾ അവരെ സെർവൻ്റായിട്ട് കാണണം. ഈ സെർവൻ്റായിട്ട് കാണുന്ന പീരീഡിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല കാര്യം. കാരണം ആ വിശ്വാസവും ബന്ധങ്ങളെ വളർത്തുന്നതിന് വിശ്വാസം ആവശ്യമാണ്. അത് അപ്പനോടാണെങ്കിലും അമ്മയോടാണെങ്കിലും സിബ്ലിങ്സിനോടാണെങ്കിലും എല്ലാം വിശ്വാസം വളർത്തിയെടുക്കണമെങ്കിൽ ആ സമയത്ത് നമ്മൾ അവരെ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കുട്ടികളിൽ പോലും ദമ്പതികളുടെ വിശ്വാസം എന്നുള്ളത്, ആ പരസ്പരം അവർ കാണിക്കുന്ന റെസ്പെക്റ്റ്, മ്യൂച്വൽ റെസ്പെക്റ്റ്, ഇതെല്ലാം മക്കളിലൂടെ തുടരാനുള്ള ഒരു വലിയ ദൗത്യം കൂടെ ഒരു ഭാര്യയും ഭർത്താവും വിവാഹ വാഗ്ദാനത്തിൽ എടുക്കുന്നുണ്ട് ശരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ശരിക്കും ഈ കുടുംബത്തിൽ ഈ ചെറുപ്പത്തിൽ അത് കുട്ടികൾക്ക് ഒരു പരിശീലനം ആവശ്യമാണ്. എങ്കിലാണ് വിവാഹ ജീവിതത്തിലേക്കും ദാമ്പത്യ ജീവിതത്തിൽ ആ ഒരു വിശ്വസ്തയോടുകൂടി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുള്ളൂ. വിശ്വസ്തതയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്കൊരു സ്വാതന്ത്ര്യത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ആലോചിക്കുക, അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച് എപ്പോഴും ടെൻഷൻ അടിച്ച് വിശ്വാസമില്ലാത്തൊരു ഭർത്താവിനെ എങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും, എങ്ങനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും, എങ്ങനെ ഭാര്യ പുറത്ത് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭർത്താവിനെ കുറിച്ച് ഭാര്യയ്ക്ക് സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ. ഈ ഭാര്യയെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാർ ഒത്തിരിയുണ്ട്. ജോലിക്കിടയിൽ ഭാര്യയ്ക്ക് സ്വന്തമായിട്ട് ജോലി സ്ഥലത്ത് കൃത്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല, കാരണം വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഭാര്യയുടെ പേടി എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് വിളിക്കുക, ജോലിയുടെ ഇടയിൽ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയും കൃത്യമായിട്ട് ജോലിയിൽ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റില്ല. അതേസമയം ഭർത്താവ് എടുത്തില്ലെങ്കിൽ മറ്റാവശ്യത്തിന് ഫോൺ എൻഗേജ്ഡ് ആയാൽ ഇദ്ദേഹത്തിന്റെ സംശയം കൂടുന്ന അവസ്ഥ. അപ്പൊ ഇവിടെ പപ്പ പറയാ, ഈ സ്വാതന്ത്ര്യത്തിന് മാത്രമേ ബന്ധങ്ങളെ സമ്പന്നമാക്കാൻ കഴിയുകയുള്ളൂ. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അവർക്ക് വളരണമെങ്കിൽ ഈ ഒരു വിശ്വസ്തത കൂടിയേ തീരൂ. അതുപോലെ തന്നെ അത് വികസിപ്പിക്കണമെങ്കിൽ, വളരണമെങ്കിൽ. അതേസമയം ഈ സ്വാതന്ത്ര്യം ആത്മാർത്ഥതയിൽ സുതാര്യതയിലേക്ക് നയിക്കുന്നു. ട്രാൻസ്പെറൻസി, എൻ്റെ ഭർത്താവും ഭാര്യയ്ക്കിടയിൽ വേറെ ഒന്നും മറച്ചു വെക്കാനില്ല എന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ഈ വിശ്വസ്തത നയിക്കുന്നു എന്ന് പറയാം. ഇതിനോടുകൂടെ ഈ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടെങ്കിലാണ് ഭാര്യയ്ക്ക് ഭാര്യയുടെ കഴിവുകൾ വളർത്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് കുടുംബത്തിന് നന്മയ്ക്കായിട്ട് മക്കൾക്ക് അപ്പൻ ആധിപത്യത്തിൻ്റെ സ്വരമാണെങ്കിൽ ഞാൻ പറയണ പോലെ നീ ചെയ്താൽ മതി. അപ്പോൾ കുട്ടിക്കുണ്ടാകാവുന്ന ചിലപ്പോൾ സ്വതന്ത്ര ചിന്തകളുണ്ടാകാം, കുറേ ചില കഴിവുകളുണ്ടാകാം. തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കത് പ്രകടിപ്പിക്കാൻ
പറ്റുന്നൊരു മൂടല്ലെങ്കിൽ ഉള്ളിലോട്ട് വലിയും. ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവർ നമ്മളെ കുടുംബത്തിൽ വിലമതിക്കും, നമ്മൾ അംഗീകരിക്കുന്നൊക്കെ ഒരു ചിന്ത ഭയങ്കര ഒരു വളർത്തിയെടുക്കുക. ശരിക്കും അങ്ങനെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. ഈ അപ്പോൾ കുഞ്ഞുങ്ങളെ വന്നിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പം അപ്പൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ ചിലപ്പോൾ വെറുതെ ഇങ്ങനെ അമ്മമാരെ എരികയറ്റാനായിട്ട് പറയും. അപ്പോൾ ആ അമ്മ തിരിച്ചു പറയുന്ന ഡയലോഗ്, അപ്പൻ നമ്മളെ പറ്റിക്കില്ലടി എന്ന് പറയുന്ന ആ ഒരു വിശ്വസ്തത കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ടത് ഇവരുടെ ജീവിതത്തിൽ നിന്നാണ്. അത് പലപ്പോഴും കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ബൈബിളിലെ കൃത്യമായുള്ള ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ ഒരു ചിന്തയോടുകൂടിയാണ്. ആ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ ദൈവത്തിനോടുള്ള ഒരു വിശ്വസ്തത, പരസ്പരമുള്ള ഒരു വിശ്വസ്തത, അത് ജീവിതത്തിന് വലിയ അർത്ഥവും ജീവിതം ഒരു അനുഗ്രഹവുമാക്കി മാറ്റുമെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. തൻ്റെ ജീവിത പങ്കാളി എപ്പോഴും സംശയിക്കുകയും വിധിക്കുകയും അയാൾക്ക് വ്യവസ്ഥാതീതമായ സ്നേഹമില്ലാതിരിക്കുകയും ചെയ്താൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പ്രവണത കാണിക്കുകയും പരാജയങ്ങളും ദൗർബല്യങ്ങളും മറച്ചു വെക്കുകയും താനായിരിക്കുന്നതിലും വലിയ ആളാണെന്ന് ഭാവിക്കുകയും ചെയ്യും. ഇന്ന് പല കുടുംബങ്ങളിലും സംഭവിക്കുന്നതാണ്. ഇങ്ങനെ ഒരു മറച്ചു വെക്കപ്പെട്ട ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ന് പലരുടെയും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പല കാര്യങ്ങളും സപ്രസ് ചെയ്യാൻ ശ്രമിക്കും, അല്ല രഹസ്യമാക്കി വെക്കുക എന്ന് പറയുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ എന്നിൽ ഉള്ള ചില ദുസ്വഭാവങ്ങൾ അല്ലെങ്കിൽ അത് വീട്ടുകാർ അറിയരുതെന്ന് വെച്ച് സപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയും അത് അന്വേഷിച്ച് വരുമ്പോഴേക്കും അങ്ങോട്ട് ദേഷ്യപ്പെടുകയും ഒരു മെഗലോമാനിയൊക്കെ ആയിട്ട് ഞാനാണ് ഏറ്റവും പവർഫുൾ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്കും മാറുകയും ചെയ്യും ആ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ. ആൾ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും മറ്റേ വ്യക്തിയെ. അപ്പോൾ അത് എപ്പോഴും പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഒരു മേഖലയാണ്. സ്നേഹം സകലതും വിശ്വസിക്കുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചിലപ്പോഴെങ്കിലുമൊക്കെ ഇത് ചില രോഗാവസ്ഥയിലെത്തിയാൽ നമുക്കൊരു പക്ഷേ ശാസ്ത്രീയമായ ചില സഹായങ്ങൾ, മെഡിക്കൽ സപ്പോർട്ടുകളൊക്കെ വേണ്ടി വരുന്ന കണ്ടീഷൻസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഗുരുതരമായ പാരനോയിയ, സംശയരോഗം നേരിടുന്ന ചില കേസുകളിൽ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു കുടുംബത്തിൽ തകർത്ത ഒരു വിഷയം, ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം. അപ്പോൾ ഇപ്പോൾ അവർ വേർപിരിഞ്ഞ് കഴിയുകയാണ്. എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. ചില സ്റ്റേജിൽ ഇതൊരു രോഗാവസ്ഥയിലേക്ക് എത്തിയാൽ തീർച്ചയായിട്ടും ഇന്ന് അതിനുള്ള ചില ചികിത്സാ സംവിധാനങ്ങളുണ്ട്. നമുക്കത് സൈക്കാട്രിസ്റ്റിനെ സമീപിക്കുകയോ അത് ഗുരുതരമാണെന്ന് തോന്നിയാൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിച്ച് കൗൺസിലിംഗ് നടത്തി അത് ഗുരുതരമാണെന്ന് അവർ തീരുമാനിച്ച് നിർദ്ദേശിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ ചിലപ്പോൾ ഒരു മെഡിക്കൽ സപ്പോർട്ടോടുകൂടെ കുറേ പേർക്കെങ്കിലും ഒക്കെ ഈ രോഗാവസ്ഥയാണെങ്കിൽ അത് മാറാനായിട്ട് സാധ്യതയുണ്ട്. ചില കുട്ടികൾക്ക് പോലും അത് പതുക്കെ ഒരു ഒട്ടും ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് കൂടുന്നതോ ഒരു കാര്യം ചെയ്യാനായിട്ടൊരു ആത്മധൈര്യമില്ലാതെ വരുന്നതൊക്കെ ഈ കുടുംബത്തിലുണ്ടായ എപ്പോഴും ഒരു അടിച്ചമർത്തലിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തോടുകൂടെ വിശ്വസിച്ച് മാതാപിതാക്കൾ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നേരത്തെ അനി ടീച്ചർ നേരത്തെ പറഞ്ഞു, വലിയമ്മയുടെ ഒക്കെ കൃത്യമായിട്ട് കൂട്ടിച്ചേർത്തതാണ്. ഈ ഒരു പരിശീലനം കുടുംബത്തിൽ കരുതലോടുകൂടെ നൽകേണ്ടതാണ്. അത് ക്ഷമയോടുകൂടെ. കുടുംബത്തിൻ്റെ അടിത്തറയാണ് ഈ ദാമ്പത്യ വിശ്വസ്തത, കോഞ്ചുഗൽ ഫിഡലിറ്റി എന്നുള്ള കാര്യം. ഇപ്പോൾ ബ്രഹ്മചര്യം, വൈദികർ സന്യാസിനികൾ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്രതമാണ് കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ വിശ്വസ്തത. അപ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നഷ്ടപ്പെടുന്നത് ഈ കാലഘട്ടത്തിൽ കുടുംബ തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ്. അവിടെയാണ് നമ്മൾ ഈ പൗലോസ്ലീഹ പറയുന്ന സ്നേഹം സകലതും വിശ്വസിക്കുന്നു എന്ന ഈ ഒരു സ്നേഹത്തിൻ്റെ സവിശേഷതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത്. ഇവിടെ നമ്മൾ പറഞ്ഞത് നിഷ്കളങ്കമായ സ്നേഹം, ദാമ്പത്യ സ്നേഹം സകലതും വിശ്വസിക്കുന്നു. അത് ജീവിത പങ്കാളിയെ വിശ്വസിക്കുന്നു, അതിലൂടെ വളർന്നു വരുമ്പോൾ മക്കളെ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസ്തരായ ഒരു കുടുംബ സാഹചര്യം, പരസ്പരം സ്വതന്ത്രരായിരിക്കാൻ, പരസ്പരം വളരാൻ ആ വിശ്വസ്തത അവരെ സഹായിക്കുന്നു. നമ്മൾ ഈ ചർച്ചയിൽ മുഴുവൻ കേട്ടത് ദാമ്പത്യ വിശ്വസ്തതയെക്കുറിച്ചാണ്. സ്നേഹം സകലതും വിശ്വസിക്കുന്നു. ഒരുപാട് ദാമ്പത്യ വിശ്വസ്തതയുടെ കഥകൾ പുറത്ത് പ്രചരിക്കുമ്പോഴും നമ്മുടെ കുടുംബം സ്നേഹത്തിൽ, വിശ്വസ്തതയിൽ മുന്നേറാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആർദ്രമായ സ്നേഹം നമ്മുടെ കുടുംബ ബന്ധത്തെ കൂടുതലായിട്ട് പരിപോഷിപ്പിക്കട്ടെ. അതിന് തീർച്ചയായും ഈ ചർച്ചകൾ കൂടുതൽ നിങ്ങളെ സഹായിക്കട്ടെ. സ്നേഹത്തിൽ വളരാൻ, സ്നേഹിക്കാനും പോഷിപ്പിക്കാനും കുടുംബജീവിതത്തിൻ്റെ ഈ ഒരു തലം നിങ്ങളെ കൂടുതൽ സഹായകമായി എന്ന് കരുതുന്നു.
തീർച്ചയായിട്ടും എല്ലാവർക്കും ദാമ്പത്യ സ്നേഹത്തിലുള്ള വളർച്ച ദൈവം ധാരാളമായി സമൃദ്ധമായി അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹം സകലതും വിശ്വസിക്കുന്നു എന്ന ഈ സവിശേഷത നമ്മുടെ ജീവിതത്തിലും പകർത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം.